ഓം പൂർണ്ണത്രയീശ്വായ സ്തുഭ്യം നമഃ. കേരളം ആധ്യാത്മിക തലസ്ഥാന നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മലയാളക്കരയിലെ എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് ശ്രീ പൂർണ്ണത്രയീശ്വര ക്ഷേത്രം. ഭഗവാൻ ശ്രീ നാരായണമൂർത്തിയെ സന്താന ഗോപാലമൂർത്തിയായി ഭക്തജനങ്ങൾ മനസ്സിൽ ആരാധിച്ച് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതം ധന്യമാക്കിയിടുന്ന നിരവധി ജീവിതങ്ങൾക്ക് സുരക്ഷിതത്വം രക്ഷാകവചമായി വർദ്ധിച്ചിടുന്ന ഭഗവാൻ പൂർണ്ണത്രയീശ്വരന്റെ വൃശ്ചികോത്സവം വരവായി 2024 നവംബർ 29 മുതൽ ഡിസംബർ 6 വരെ വളരെ വിപുലമായ ഒരുക്കങ്ങളോടുകൂടി തന്നെ ഈ വൃശ്ചികോത്സവം ആഘോഷിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ അഹോരാത്രം അധ്വാനിക്കുന്ന നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. അവരെ ചേർത്ത് പിടിച്ച് ഒരു സംഘടനാ പാടവത്തോടുകൂടി ഈ ഉത്സവത്തിന്റെ എല്ലാവിധത്തിലുള്ള ഗരിമയും അതിന്റെ അഭിമാനപൂർവ്വമായിട്ടുള്ള തനിമയും നിലനിർത്തിക്കൊണ്ട് ഈ ഉത്സവം മലയാളത്തിന്റെ മറക്കാനാവാത്ത ഓർമ്മകളാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന പൂർണ്ണത്രയീശ്വരന്റെ ഈ ക്ഷേത്രോത്സവത്തിലെ ഏറ്റവും പ്രധാനികളായിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ പ്രധാനിയായ ശ്രീ പ്രകാശ് അയ്യർ എന്ന എക്കാലത്തെയും ഈ ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിനും വികസന പ്രവർത്തനങ്ങൾക്കുമൊക്കെ നേതൃത്വം നൽകുകയും ഒരുപിടി നല്ല മികച്ച സംഘാടകരും സേവകരുമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളെ നമുക്ക് ഈ ഉത്സവത്തിന്റെ നിറമയാർന്ന പൊലിമയ്ക്ക് എപ്രകാരം ഒതുങ്ങുന്നു എന്നത് മനസ്സിലാക്കാം. നമസ്കാരം. വീണ്ടും ഒരിക്കൽ കൂടി വൃശ്ചികോത്സവം വരികയാണ്. പ്രത്യേകിച്ച് ഈ വൃശ്ചികോത്സവത്തിന് ഒരു പ്രധാന സവിശേഷതയും കൂടിയുണ്ട് ഈ വർഷത്തെ. കാരണം ഇതുവരെ പൂർണ്ണത്രയീശ്വരന്റെ ഒരു ക്ഷേത്ര ഉപദേശക സമിതി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ അതുപോലെ തന്നെ ദേവസ്വത്തിന്റെയും കൂടെ ഒരു സംയോജനമായിരുന്നു ഉത്സവമെങ്കിൽ ഇന്ന് ആ ഒരു സങ്കല്പം താൽക്കാലികമായില്ല. പൂർണ്ണത്രയീശ്വരന്റെ ഉത്സവമായത് ഉപദേശക സമിതിയില്ല. പക്ഷേ സമിതിയുടേതായ എല്ലാ പിന്തുണയും ഈ ഉത്സവത്തിന് നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടം ഇന്നത്തെ ഈ ഒരു പുതിയ ഉത്സവത്തിന്, അതായത് ദേവസ്വത്തിന്റെ മാത്രം ഒരു നേതൃത്വത്തിൽ നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും സഹകരണത്തോടെ നടക്കുമ്പോൾ ആ ഉത്സവത്തിന്റെ പ്രത്യേകത ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അതെന്താ? ഉത്സവം എന്ന് പറയുന്നത് ദേശനാഥന്റെ ഉത്സവമാണ്. അതിന് ഞാനും നിങ്ങളും ഇവിടെയുള്ള ഈ ദേശത്തിന്റെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമാണ്. അതിനൊരു നേതാവ് എപ്പോഴും വേണം. പൂർണ്ണത്രയീശ്വരന് ശേഷം ഒരു നേതാവ്. പൂർണ്ണത്രയീശ്വരാണ് പ്രാധാന്യം. ആ പൂർണ്ണത്രയീശ്വരൻ നമ്മൾ നയിക്കുമ്പോൾ അതിന് നേതൃത്വം, ഈ ടീമിന് നേതൃത്വം കൊടുക്കുന്ന ആ ഉത്തരവാദിത്വം ഇക്കുറി നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം ഓഫീസർക്കാണ് കിട്ടിയിരിക്കുന്നത്. ആ ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറയാം. അതെന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദേവസ്വത്തിന്റെ എല്ലാ 2 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുക്കേണ്ട ഒരു കാലാവധി തീരുമ്പോൾ, ഞങ്ങളുടെ കാലാവധി തീർന്നതിനു ശേഷം പുതിയൊരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുന്നോടിയായി കോടതിയിൽ നിന്നും ചില സാങ്കേതികമായിട്ട് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു ദേവസ്വം ബോർഡിന്. അത് അതല്ല പുതിയ, അതായത് ജൂലൈ 16 മുൻ കാലാവധി സമിതിയുടെ കാലാവധി തീർന്നു. പക്ഷെ പുതിയ സമിതി രൂപീകരിക്കാൻ എല്ലാ തുടക്കങ്ങളെല്ലാം ചെയ്ത് ഫോംസ് എല്ലാം വാങ്ങി എല്ലാവരെയും രൂപീകരിച്ചതിന് ശേഷം ആ സമയത്ത് രൂപീകരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കോടതിയുടെ ഒരു നിർദ്ദേശം വന്നു, ഇന്ന രീതിയിലല്ല തിരഞ്ഞെടുക്കണം, വേറൊരു രീതിയിൽ തിരഞ്ഞെടുക്കണമെന്ന് വന്നു. അതാണ് അതിന്റെ കാര്യം. പക്ഷെ അതൊന്നും നമുക്ക് കാര്യമല്ല, അത് കോടതിയുടെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ ദേവസ്വം ഓഫീസറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ദേവസ്വം ബോർഡ് നിർദ്ദേശം കൊടുത്തു. ഞങ്ങൾ വളരെ സന്മനസ്സാൽ വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ എടുത്തു എന്നുള്ളതാണ്. ആരെങ്കിലും ഒരു ചുമതല എടുക്കുമ്പോൾ അതിന്റെ കൂടെ നിന്ന് അതിന്റെ ഭാഗമായി. ഇപ്പൊ ഞാൻ ചുമതല എടുത്തപ്പോൾ എന്റെ കൂടെ ആളുകളുണ്ടായി. അത് കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെതായ ചില വ്യത്യാസങ്ങൾ നമ്മുടെ ഈ ക്ഷേത്ര ഉത്സവങ്ങളിലും കാണാൻ പറ്റും. നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. കാരണം ഞാൻ ഞങ്ങളുടെ ഒരു ടീമിന്റെ ഒരു ഐഡിയയിൽ വർക്ക് ചെയ്യുമ്പോൾ പുതിയൊരു ടീം വരുമ്പോൾ അതിൻ്റെതായ ഒരു രീതിയിൽ വരും. അപ്പൊ പല ആളുകൾക്കും ഉണ്ടായിരുന്ന പല പാകപ്പഴവുകളൊക്കെ മാറ്റി പുതിയ രീതിയിൽ ചെയ്യുമ്പോൾ അതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് ഫണ്ട് കളക്ഷൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഫണ്ട് ഞങ്ങൾക്ക് ഈ സമയത്ത് രൂപീകരിക്കാൻ പറ്റിയെന്നുള്ളതാണ്, സ്വരൂപിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതായത് സാധാരണ നമ്മൾ ഉത്സവത്തിന്റെ 4 ദിവസം മുമ്പേയൊക്കെ ഫണ്ടിന് ഓടി നടന്ന് ഫണ്ടുണ്ടാക്കും. 1.5 കോടി 2 കോടി രൂപ ഉണ്ടാക്കും, അതിന്റെ ടെൻഷനോട് കൂടെ ഉണ്ടാക്കും. പക്ഷെ ഇക്കുറി അങ്ങനെയല്ല ഉണ്ടായത്. ഇക്കുറി ഒരു 15 ദിവസം മുമ്പ് തന്നെ അത്യാവശ്യം ഫണ്ടായി എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ വേറൊരു പ്രത്യേക രീതിയിലുള്ള ഒരു ഇതാണ്. അപ്പൊ ഞങ്ങള് കളക്ട് ചെയ്യുമ്പോൾ ഞാനെന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കേരളത്തിലുള്ള, അതായത് എറണാകുളത്തുള്ളതോ അങ്ങനെയുള്ളതല്ല, എനിക്ക് പുറമേ എന്റെ സുഹൃത്തുക്കളെല്ലാം തരുന്നുണ്ടാവും. അപ്പൊ എന്റേതായ ഒരു രീതി ഉണ്ടാവും. അതെ, അതിന്റെ ഒരു രീതി ഉണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന്റെ രീതിയിൽ അപ്പൊ അങ്ങനെയും. പക്ഷെ അദ്ദേഹം നമ്മളെല്ലാം ചേർന്നാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടി. അപ്പൊ അതിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ ഇവിടുത്തെ ചടങ്ങുകളെല്ലാം തന്നെ വളരെ ഭംഗിയായി നടത്താൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്, കാണേണ്ടതാണ്. അപ്പൊ ചുമതല അദ്ദേഹത്തിനാണെങ്കിലും
അതിന്റെ കൂടെ ഭാഗമാക്കി ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ ആ ഭാഗ്യമാണ്. ചുമതലയുടെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളും കൂടെ അത് ഞങ്ങൾ കൂടെ അതിന്റെ ഭാഗം നിൽക്കുന്നത് ഞങ്ങൾക്ക് ഒരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതെന്തായാലും നമ്മൾ ഞാൻ അല്ലെങ്കിൽ വേറെ ആൾ അങ്ങനെ ചെയ്യും. അത് ഒരു ഭാഗത്തിരിക്കുമ്പോൾ തന്നെ നമുക്കിപ്പൊ കാണാൻ പറ്റുന്നവർക്ക് ഒരു 10 ദിവസം മുമ്പ് തന്നെ പന്തൽ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാറായി, അതെ, 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 അതെ. പെയിന്റിങ് കംപ്ലീറ്റ് ചെയ്യാറായി. മുഖച്ഛായ മാറി. അതെ, ആനകള് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. 10-35ഓളം ആനകളെ ബുക്ക് ചെയ്തു. ചില ആളുകൾ സംശയം, എന്തിനാ 35ഓളം ആനകള്? നമ്മൾ പൂർണ്ണത്രേശന് വേണ്ടത് ആനയാണ് പ്രാധാന്യം. അപ്പൊ അതിന്റെ കൂടെ ആനകൾ വരുമ്പോൾ ആനകളെ ബുദ്ധിമുട്ടിക്കരുത്. ആനകൾ ഇപ്പൊ നമ്മൾ 15 ആന വെച്ച് രാവിലെ വൈകിട്ട് എഴുതി പിറ്റേ ദിവസം എഴുന്നള്ളിക്കാം. അതിനൊക്കെ അറിയില്ലല്ലോ, ആനക്കാരും വരും ആനയും വരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് 30-35 ആനകൾ വരുമ്പോൾ ആനകൾക്ക് റെസ്റ്റ് കിട്ടും. അതെ. ഇതിന്റെ ഉള്ളിൽ തന്നെ റെസ്റ്റ് ആണ്. ആയിരിക്കില്ല ചിലപ്പോ വൈകിട്ട്. ചിലപ്പോ മാറ്റും, മൊത്തം മാറ്റും. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ആനകൾക്ക് റെസ്റ്റ് കൊടുക്കാൻ പറ്റും. ആന പാപ്പാമ്പ റെസ്റ്റ് കൊടുക്കണം. ഏകദേശം എന്റെ അഭിപ്രായം ഒരു 10-40,000 തൊഴിൽ ദിനങ്ങളാണ് ഈ ഒരു 8 ദിവസത്തെ ഉത്സവം നമ്മൾ നടത്തുന്നത്. വലിയൊരു ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ് ഇവിടുന്ന് ആളുകൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് ക്ഷേത്രം എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ പരിപൂർണ്ണ അർത്ഥതലം ഇവിടെ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. അതാണ് അതിനെ ജനകീയമായി നടത്തുന്നതാണ്.